കറുപ്പും വെളുപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയെ പറ്റിയിട്ടാണ്. ശബരിമല നമുക്കറിയാം, ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തന്മാർ, സീസണിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ അല്ലാത്ത സമയങ്ങളിലും എല്ലാ മാസവും ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു വരുമാനം സർക്കാരിലേക്ക് എടുക്കുന്നുവെന്നും എടുക്കുന്നില്ല എന്നും പലരും പറയുന്നുണ്ട്. ഞാൻ അതിനകത്തോട്ട് കിടക്കുന്നില്ല. അത് ഒരു സർക്കാർ സ്ഥാപനം, ദേവസ്വം ബോർഡ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ശബരിമലയിലെ വരുമാനം മുഴുവനും, ശബരിമലയിൽ കിട്ടുന്ന വരുമാനം മുഴുവനും ഗവൺമെന്റ് ഓതറൈസ് ചെയ്ത് അവിടെ ഓപ്പറേറ്റ് ചെയ്ത് ഈ ധനം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. കേരള ഗവൺമെന്റിന് ഓഹരി പങ്കാളിത്തവും നിയന്ത്രണവുമുള്ള ഒത്തിരി ബാങ്കുകൾ കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു ബാങ്കാണ്. റെപ്കോ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് പലരും കേട്ടിട്ടുണ്ടാവില്ല. അതും കേരള ഗവൺമെന്റിന് ഷെയർ ഉള്ള ഒരു ബാങ്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലും കേരള ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അത് ലയനശേഷം അതിനെ പറ്റിയിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കേരള ഗവൺമെന്റിന് പൂർണ്ണ നിയന്ത്രണമുള്ള കേരള ബാങ്കും കേരള ഗവൺമെന്റ് ഓഹരി പങ്കാളിത്തമുള്ള മറ്റു ബാങ്കുകളും, നിർണായകമായ ഓഹരി പങ്കാളിത്തമുള്ള മറ്റു ബാങ്കുകളും ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ ഈ ജോലി ഏൽപ്പിക്കുന്നു എന്നുള്ളത് വളരെ ദുരൂഹമാണ്. പലരും പറയുന്നത് ധനലക്ഷ്മി ബാങ്കിന്റെ പല ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാണെന്നാണ്. എനിക്കതിനെ പറ്റിയിട്ട് അറിയത്തില്ല, ഞാനത് ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല. ഇത് വെറും ആൾക്കാർ ഓരോ കഥകൾ ഉണ്ടാക്കി പറയുന്നുണ്ട്. അതിന്റെ വസ്തുത അന്വേഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തുള്ള ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറാണ് ഇത്തരം ആരോപണങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇത്തരം കെട്ടുകഥകളെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്രയും പൈസ കൈകാര്യം ചെയ്യുന്ന ബാങ്കിന്റെ ബാലൻസ് അക്കൗണ്ടിലേക്ക് നോക്കുക. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ബാങ്കിൽ ബാലൻസ് ഷീറ്റിൽ പ്ലസ് കാണിക്കുന്നുണ്ട്, പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കമ്പനിയുടെ ആർജിത നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 1500 കോടി രൂപയാണ്. അതിന്റെ ക്യാപിറ്റൽ കംപ്ലീറ്റ് വൈപ്പോട്ട് ആയി കഴിഞ്ഞു. ഇത്രയും നഷ്ടം നിലവിലുള്ള ഒരു ബാങ്കിന് എന്തുകൊണ്ട് ഈ സീസണിൽ തന്നെ ശബരിമലയിലെ വരുമാനം 450 കോടി രൂപയാണ്. ഇത് യഥാർത്ഥ വരുമാനം എത്രയാണ് യഥാർത്ഥത്തിൽ വന്നു എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ ധനലക്ഷ്മി ബാങ്ക് പറഞ്ഞിട്ട് വേണം നമുക്കറിയാൻ. കേരള ഗവൺമെന്റിന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ദേവസ്വം ബോർഡിന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ദേവസ്വം ബോർഡിന് കണക്കെടുക്കാനുള്ളതുണ്ട്. പിന്നെ ഈ മറ്റ് സംവിധാനങ്ങളെല്ലാം നമ്മുടെ കേരള സർക്കാരിനുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്, RBI ഉണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവർക്കൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ വരുമാനം എത്ര ദേവസ്വം ബോർഡിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആര് പറയുന്നത് നമ്മൾ കേൾക്കണം? ധനലക്ഷ്മി ബാങ്ക് എത്രയാണോ പറയുന്നത് അതാണ് നമ്മുടെ വരുമാനം. അത് 600 ആണോ 400 ആണോ എന്നുള്ളത് ആർക്കറിയാം? നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദയവേത് ഭക്തജനങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ വരുമാനം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ശബരിമലയിലുള്ള വരുമാനങ്ങൾ കംപ്ലീറ്റ് ഏതെങ്കിലും ഒരു പബ്ലിക് സെക്ടർ ബാങ്കിനെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള ബാങ്കിനെയോ ഏൽപ്പിക്കാനുള്ള ഒരു സംവിധാനം അടിയന്തരമായിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഭക്തജനങ്ങൾ ഒന്നടങ്കം ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. അതിന്റെ ലാഭനഷ്ട കണക്കുകളുടെ ഒരു ടേബിള് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ കമന്റ് ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദയവേത് നിങ്ങളിത് കാണുക, പ്രതികരിക്കുക. കമന്റ് ബോക്സിൽ നിങ്ങളെ വിലപ്പെട്ട കമന്റുകൾ എഴുതുക. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് കേരള ഗവൺമെന്റിനെ സമീപിക്കാൻ താല്പര്യമുള്ളവർ അവർക്കും ഈ ഉദ്യമത്തിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ.